മോളെ പവർ റൂം കോൺസെപ്റ്റ് ഇനി ഇല്ല, ആ പരിപാടി ഇതാ ഇവിടെ നിർത്തിയിരിക്കുന്നു എന്ന്. സത്യത്തിൽ ശ്രീതു ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു പവർ റൂമിനകത്ത് കയറണമെന്ന്. പക്ഷേ അതിന് കളിക്കുകയും കൂടെ വേണം, നമ്മൾ ട്രൈ ചെയ്യണം. ശ്രീതു ആഗ്രഹിച്ചുകൊണ്ട് കുറെ ദിവസം ഇരുന്നു, 50 ദിവസം വരെ ഗെയിം ഒന്നും കളിക്കാതെ സേഫ് ഗെയിം ആയിട്ടിരുന്നു. ഇപ്പൊ ശ്രീതു ഒന്ന് അനങ്ങിയൊക്കെ തുടങ്ങി, പക്ഷേ അപ്പോഴേക്കും സമയം ഒരുപാടങ്ങ് പോയി. അപ്പോ ഭാഗ്യക്കേടാണ്, ഒപ്പം പരിശ്രമിക്കാത്തത് കൊണ്ട് കൂടിയാണ് ഇത്രയും വൈകിപ്പോയത്. എന്തുകൊണ്ട് പവർ റൂം കോൺസെപ്റ്റ് നിർത്തിയെന്ന് ചോദിച്ചാൽ ഓഡിയൻസിന് മടുത്തു എന്നതുകൊണ്ടാണ്. പക്ഷെ ഇത് പൊളി കോൺസെപ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ സീസണെ മാറ്റിപ്പിടിക്കാൻ വന്ന ഈ സീസണെ അപ്പാടെ മാറ്റിമറിച്ചൊരു കോൺസെപ്റ്റ് ആണ്. ബിഗ് ബോസ് വീട്ടിലെ സകല പ്രശ്നങ്ങളുടെയും മൂല കാരണം ഈ പറയുന്ന പവർ റൂം ആയിരുന്നു. പോസിറ്റീവായി അകത്തേക്ക് പോവുക, നെഗറ്റീവായിട്ട് ഇറങ്ങി വരിക. ചെകുത്താന്റെ കോട്ടയെന്നോ സാത്താന്റെ താവളമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. പവർ റൂമിൽ കയറിയവരൊക്കെ പെട്ടുപോയ അവസ്ഥയിലാണ് സത്യം പറഞ്ഞ. എന്തായാലും ഒരുപക്ഷെ നെഗറ്റീവ് ആകാതെ ശ്രീതുവും അർജുനും രക്ഷപ്പെട്ടു എന്ന് എനിക്ക് തോന്നുന്നു. ജിൻഡോയും ചിലപ്പോ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പൊ അൻസിബയുടെ അവസ്ഥയാണ്.